നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടി ചേച്ചിയായിരുന്നോ? ബാഗ് കയ്യിൽ നിന്ന് വീണതല്ലേ? ഞാൻ പേടിച്ചുപോയി. ഞാനെന്റെ ചേച്ചിയെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ശ്രീകുട്ടി ചേച്ചി അറിയിക്കാൻ വന്നതാ. ഞാനും ഡോക്ടറും കൂടി ചേച്ചിക്കും ഇവിടെ എല്ലാവർക്കും കൂടി വാങ്ങിയ സ്പെഷ്യൽ ലഡുവാ. എല്ലാം താഴെ വീണു പോയി. ആ, ഇത് സാരല്ല, നമുക്ക് വേറെ വാങ്ങാം. ഈ സന്തോഷ വാർത്ത കേട്ടാ ചേച്ചി വലിയ സന്തോഷത്തിലായിരിക്കും എനിക്കറിയാം. നീ പാല് തന്ന കൈക്ക് തന്നെ ഒടുവിൽ കൊത്തി അല്ലേ? ഇതിനേക്കാൾ നിനക്ക് എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലായിരുന്നില്ലേ? ചേച്ചി, ഇത്ര ദുഷ്ടത്തരം മനസ്സിൽ വെച്ചാ നീ ഇത്രയും നാൾ എന്റെ പിന്നാലെ സ്നേഹം അഭിനയിച്ച് നടന്നതല്ലേ? ചേച്ചി എന്തീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്നെ ചതിച്ചിട്ട് എന്റെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് വീണ്ടും എന്നെ വിധിയാക്കുവാണോ? അയ്യോ ചേച്ചി, ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് പേടിയാവുന്നു. നിന്റെ പേടി, നിന്റെ പാവത്തും നടിച്ചുള്ള അഭിനയം, അത് ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കൂടി. ചേച്ചി എന്താ ഇത്? സ്വാതി, 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 എന്താ ഇവിടെ? സ്വാതി വിട്ടെ, വിടാൻ. സ്വാതി ഇല്ല, വിടില്ല, വിടാൻ. ഞാൻ കൊല്ലും. സ്വാതി, സ്വാതി വിടാൻ, വിട്, വിടാനല്ലേ പറഞ്ഞേ? സ്വാതി, തനിക്കെന്താ ഭ്രാന്തായോ? സ്വാതി, എന്താ പറ്റിയേ? എന്തിനാ ലച്ചുനെ എങ്ങനെ ഉപദ്രവിക്കുന്നേ? സ്വാതി, കരയാതെ കാര്യം പറയും. എന്താ എന്താ തനിക്ക് പറ്റിയത്? പറയ് ചേച്ചി. സ്വാതി, എന്താ കാര്യം? അത് പറയും. ഞാൻ ഒഴിഞ്ഞു തരുവോ?
ലച്ചു ആരെയാ വിളിക്കുന്നേ? അദ്ദേഹത്തെ വിവരം അറിയിക്കണം, അല്ലാതെ പറ്റില്ല. ഏയ്, സഞ്ജുൻ ഇപ്പൊ വിളിക്കണ്ട, ടെൻഷനാവും. ലച്ചുവും കേട്ടതല്ലേ, ഓഫീസിൽ എന്തോ ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞാ സഞ്ജു പോയത്. അതിനിടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തണ്ട. എങ്കിലും ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോയത് അദ്ദേഹം അറിയണ്ടേ? അറിയണം, അത് മീറ്റിംഗ് കഴിഞ്ഞ് മതി. ലച്ചു സമാധാനമായിട്ടിരിക്കും. കുറച്ചു കഴിഞ്ഞ് ഞാൻ സഞ്ജുവിനെ വിളിച്ചോളാം. സമാധാനത്തോടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. അല്ലാതെ ഇത് പെട്ടെന്നറിഞ്ഞാൽ ആ ഒഫീഷ്യൽ മീറ്റിംഗ് തന്നെ പ്രശ്നമാവും. ഇപ്പോ ലച്ചു ഒന്നും പറയണ്ട. ചിലപ്പോ സ്വാതി വീട്ടിലേക്ക് പോയതാവില്ല. കുറച്ചു കഴിഞ്ഞ് ഈ വിഷമമൊക്കെ മാറുമ്പോ താനെ ഇങ്ങ് തിരിച്ചു വന്നോളൂ. ഇല്ല, എന്നോട് ചേച്ചിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാ എന്നോട് പെരുമാറിയത്. ഇനിയ വലിയ സത്യം എങ്ങനെയെങ്കിലും ചേച്ചി അറിഞ്ഞു കാണുമായിരിക്കുമെന്ന എന്റെ സംശയം. എന്ത് സത്യം? അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിട്ടുണ്ടെന്ന സത്യം. ഏയ്, അത് ലച്ചുവിന്റെ വെറും തോന്നല. അതിന് സ്വാതി അത് എങ്ങനെ അറിയാനാ? അതൊന്നും ആവില്ല പ്രശ്നം. അല്ലെങ്കിൽ ഒരിക്കലും ചേച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് സ്വാതിയും സഞ്ജുവും തമ്മിലുള്ള എന്തോ പ്രശ്നമോ, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം. ഇതിനെ ലച്ചു അങ്ങനെ മാത്രം കണ്ടാൽ മതി. വെറുതെ ഇക്കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നത് തന്നെ നല്ലത്. അവര് തമ്മിലുള്ള പ്രശ്നമായിരുന്നെങ്കിൽ എന്നോട് ചേച്ചി ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുവോ? എന്നെ ചേച്ചി കൊല്ലാൻ ശ്രമിക്കോ? അത് പിന്നെ ദേഷ്യം തോന്നിയപ്പോ സ്വാതിയുടെ മുന്നിൽ കണ്ടത് ലച്ചുവിനെയാ. അത്രയ്ക്ക് സ്നേഹമുള്ളവരോടല്ലേ ദേഷ്യം കാണിക്കൂ. അതായിരിക്കാം. ചിലപ്പോ ലച്ചു മധുരവുമായിട്ട് ചെന്ന നിമിഷം സഞ്ജുവും സ്വാതിയും ഫോണിൽ സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാവും. അതിന്റെ വിഷമത്തിൽ സ്വാതി നിൽക്കുമ്പോഴാവും ലച്ചു മുമ്പിലേക്ക് ചെന്ന് കയറിയത്. എന്നാലും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. താൻ വെറുതെ ടെൻഷൻ ആവാതിരിക്കുക. പിന്നെ അമ്മയോട് തൽക്കാലം ഇതൊന്നും പറയാൻ പോണ്ട. മുത്തശ്ശി പോയ ദുഃഖം തന്നെ അമ്മയ്ക്ക് ഇതുവരെ തീർന്നിട്ടില്ല. പാവം അമ്മ, അതിനുശേഷം ഒരേ കിടപ്പ. ലച്ചു ഇപ്പൊ ടെൻഷൻ ആവാതിരിക്കുക. എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്തോ എനിക്ക് വല്ലത് പേടി തോന്നുന്നു. ഒന്നുമില്ലെന്നേ. ലച്ചു സമാധാനമായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്നത്, കരയാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.